നമ്മളൊരു ശുശ്രൂഷയ്ക്ക് പോയപ്പോ തൃശ്ശൂര് ഭക്ഷണത്തിന് നിർത്തിയതാ. ഇങ്ങനെ ആൾക്കൂട്ടമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ജിജ്ഞാസയുണ്ടല്ലോ, ഇതെന്നാണെന്നറിയാതെ അല്ലെങ്കിൽ കിളിക്ക് കുത്തോ കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിച്ച് നമ്മൾ ചാടി ഇറങ്ങുന്നു. അങ്ങനെ എന്താണെന്നറിയാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കണ്ടത് ഉണ്ട് ചുറ്റുപാടിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നോക്കും, ഒറ്റ നോട്ടേ നോക്കുള്ളൂ. രാവിലെ മുതല് വൈകിട്ട് വരെ പുള്ളി കഴിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ പുള്ളി ഛർദ്ദിച്ചിട്ടൊക്കെ നോക്കിയാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു, ലഞ്ച് എന്തായിരുന്നു, വൈകിട്ട് ചായക്ക് എന്തായിരുന്നു അറിയണമെങ്കിൽ പുള്ളി ഛർദ്ദിച്ചിട്ട് നോക്കിയാൽ മതി. കുടിച്ച് അവസാനം മൂക്കുത്ത് കുടിച്ചു കഴിഞ്ഞിട്ട് പുള്ളി ആ കുടിച്ചു ഇതെല്ലാം കൂടി ആയി കഴിഞ്ഞിട്ട് നേരെ നിൽക്കാൻ കൽപ്പില്ലാഞ്ഞിട്ട് പുള്ളി ഛർദ്ദിച്ച് അവിടെ കിടക്കുക. ഈ ഛർദ്ദിയിൽ തന്നെ പുള്ളി കിടക്കുന്നത്. കുതിരിക്കുന്ന മുണ്ടൊക്കെ ഇങ്ങനെ പാതി വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക, പോകുന്നവര് ഇങ്ങനെ എടുത്ത് മറച്ചിടുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഛർദ്ദിച്ചിട്ടിരിക്കുന്നത് നമുക്ക് ഒറ്റ നോട്ടം പോലും നോക്കാൻ പറ്റില്ല. പുള്ളി അവിടെ കിടന്നുകൊണ്ട് ഈ മദ്യപാനത്തിന്റെ ആ ദുരാത്മാവ് കയറിയത് കൊണ്ട് സുബോധം കട്ടായി പോയി. ഈ ഒരു അരൂപി പ്രവർത്തിക്കുമ്പോ സുബോധം കട്ട് ചെയ്യും എന്ന് പറയുന്ന ഏറ്റവും തെളിവാണ് ആ ഛർദ്ദിച്ചിട്ടത് പുള്ളി നക്കി തിന്നുക. ആലോചിച്ചു, ബോധമുള്ള ആരെങ്കിലും ചെയ്യും? ഇല്ല. ഛർദ്ദിച്ച ആരെങ്കിലും പിന്നെ നക്കി തിന്നോ? ഇല്ല. നമ്മൾ അല്പ സുബോധം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യല. മദ്യപാനത്തിന്റെ ദുരാത്മാവ് അവന്റെ മേല് ഒരു അടിമത്തമായി മാറി. മദ്യപാനമാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടെന്താ, ദുരാത്മാവ് പ്രവർത്തിച്ചപ്പോ അവന്റെ സുബോധം കട്ടായപ്പോ അവൻ എവിടെ കിടക്കുന്നത്? വീട്ടിൽ കിടക്കേണ്ടവനാണ്. മക്കളും ഭാര്യയൊക്കെ ഒരു ഭർത്താവിന്റെ വരവും കാത്തും അപ്പന്റെ വരവും കാത്തും വീട്ടിലെങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിപ്പുണ്ട്. ഇത് തിരിച്ചറിയാനുള്ള സുബോധം പോയിട്ട് ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നു മാത്രമല്ല, അവിടെ ഛർദ്ദിച്ച് കിടക്കുന്നു. ഛർദ്ദിച്ചത് നക്കി തിന്നുന്ന അവസ്ഥയിൽ അവരുടെ സുബോധം പോയി. തിന്മ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സുബോധത്തെ റൈറ്റ് സെൻസ് എന്നാ പറയുന്നത്. ഇംഗ്ലീഷിൽ റൈറ്റ് സെൻസ്, അവന്റെ സുബോധത്തെ കട്ട് ചെയ്തു കളയും. ആ സുബോധം കട്ടായി കഴിഞ്ഞാൽ പിന്നെ അപ്പനാണോ അമ്മയാണോ ജീവിത പങ്കാളിയാണോ മക്കളാണോ ഇതൊന്നും ഒരു നോട്ടമില്ലാത്ത അവസ്ഥ വരും. ഒരു പ്രണയിച്ചവന്റെ കൂടെ പോകാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ തലക്കടിച്ച് കൊല്ലുക എങ്ങനെ സാധ്യമാകുന്നത്? ആ പ്രണയത്തിന്റെ ദുരാത്മാവ് അങ്ങനെയാണ് അതിനെ വിളിക്കാനായിട്ട്. ദൈവസ്നേഹത്തിൽ നിന്നല്ലാത്തതാണ് ആ വിഷയം. വിശുദ്ധമായ സ്നേഹത്തിൽ നിന്നല്ലാത്തതായതുകൊണ്ടും ഒരു അവിശ്വസ്തതയുടേതായതുകൊണ്ടും അത് ദുരാത്മാവിന്റെയാണ്, പരിശുദ്ധാത്മാവിന്റെ അല്ല. അതുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ തലക്കടിച്ചു കൊന്നിട്ട് അവന്റെ പുറകെ പോകും. സുബോധം പോയി. എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ഉണ്ടല്ലോ, വിശുദ്ധ ജീവിതത്തെ കുറിച്ചത്, അതേക്കുറിച്ചുള്ള സുബോധം കട്ടായി. ഞാനിപ്പോ എന്താ പാപത്തില, അശുദ്ധിയില്ല, മ്ലേച്ഛതയില്ല. അതാണ് ഇപ്പൊ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളിയിലിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും എന്റെ മനസ്സിന് എന്റെ ചിന്തകളെ വേട്ടയാടുന്നത് ഈ മ്ലേച്ഛതയാണ്. അതുകൊണ്ട് വിഷാദ പ്രവർത്തിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നവന്റെ റൈറ്റ് സെൻസ്, ചിന്തിക്കാനുള്ളവന്റെ കഴിവിനെ അറ്റാക്കി. ഞാൻ ആരാണ്? എന്റെ വില എന്താണ്? ഇതാണ് യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിൽ ഒരു ദൈവ പൈതൽ രൂപപ്പെടുമ്പോൾ സംഭവിക്കുന്നതിനാണെന്നറിയോ? അവന്റെ വില എന്താണെന്ന് അവൻ മനസ്സിലാക്കും. യേശുക്രിസ്തുവിൽ ഒരുവന്റെ വില എന്താണെന്നും വിളി എന്താണെന്നും തെരഞ്ഞെടുപ്പ് എന്താണെന്നും ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിൽ തിരിച്ചറിയുമ്പോ, ദുരാത്മാവ് പ്രവർത്തിക്കുമ്പോ അവന്റെ വില എന്താണെന്നോ നില എന്താണെന്നോ വിളി എന്താണെന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും പിന്നെ അവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര കണ്ട് ഉപദേശിക്കാൻ നോക്കിയാലും എത്ര കണ്ട് പറയാൻ നോക്കിയാലും അവരത് മനസ്സിലാകില്ല. കാരണം എന്താ, ഇത് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ സെൻസ് വേണ്ടേ? നമ്മൾ പറയില്ല, നമ്മൾ എത്ര പറഞ്ഞാൽ മനസ്സിലാവും, ഒരു സെൻസും ഇല്ല പറയും.